ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എടുത്തത് ജൂൺ 4 എടുത്ത വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വീഡിയോ ജൂൺ 4 ഞാൻ എടുത്തതാണ്. അന്ന് മോൾക്ക് സ്കൂള് ഓപ്പണിംഗ് ആയിരുന്നു, +1 ക്ലാസ്. അന്നായിരുന്നു ബുക്ക് സെയിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്ന് ജൂൺ 4 ആണെന്ന്. പക്ഷെ അത് അന്ന് വീഡിയോ എടുത്തെങ്കിലും എഡിറ്റ് ചെയ്യാനും ഭയങ്കര തിരക്കായ കാരണം ഒന്നും സമയം കിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ പെട്ടുപോയി. അപ്പോൾ ഇപ്പം ഞാൻ ഗാലറി നോക്കുമ്പോൾ ആ വീഡിയോ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് എന്തായാലും വീഡിയോ എടുത്തതല്ലേ, ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് യൂട്യൂബിൽ ഇടാമെന്ന് വിചാരിച്ചു. യൂട്യൂബൊക്കെ ചത്ത് കിടക്കല്ല, അപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് ജീവൻ വെക്കട്ടെ വിചാരിച്ചു. പക്ഷെ അതിൽ ഞാൻ പറയുന്നുണ്ട് ഇന്ന് ജൂൺ 4 ആണെന്ന്. പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുന്നത് ജൂൺ 14 ശനിയാഴ്ചയായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ കുറേ മുന്നത്തെ വീഡിയോ, ജൂൺ 4 വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടോളൂ. ഞാനൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞുള്ളൂ. ഓക്കെ, ഹലോ. അപ്പോൾ അതേ നമ്മുടെ ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് കേട്ടോ, ഒരു മിനി വ്ലോഗ്. ഇന്ന് ജൂൺ 4 ഇന്ന് മോൾക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യണം. +1 ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അവർക്ക് പാരൻസ് മീറ്റിംഗ് ഉണ്ട് സ്കൂളിൽ. അതിനുശേഷം നമുക്ക് ബുക്ക് സെയിലിംഗ് ഉണ്ട്. പാരൻസ് മീറ്റിങ്ങിന് ശേഷം അവർക്ക് ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മോള് നേരത്തെ പോയി, 8 മണിക്ക് അവർക്ക് ബസ് വരില്ല. ബസ്സിൽ പോയി. ഞാൻ പിന്നെ സ്കൂട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ അവളെ കൂട്ടിയിട്ട് ബൈക്കിൽ പോകാനാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പം മഴയൊക്കെ കാരണം റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ അവൾ സ്കൂൾ ബസ്സിൽ പോയിക്കോട്ടെ വിചാരിച്ചു. ഇനി ഞാൻ പോവുകയാണ്. ഞാൻ ഇവിടുന്ന് ഒരു 9 മണി 9:15 ആകുമ്പോഴേക്കും ഇറങ്ങും. 9:45 10 മണിയോടൊക്കെയാണ് മീറ്റിംഗ് തുടങ്ങുള്ളൂ. 11:30 12 മണി 12:15 വരെയൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എത്ര അറിയില്ല, അവിടെ ചെന്നാലേ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇപ്പം മഴയില്ല, മഴ ഇപ്പോൾ ഒന്ന് മാറിയൊക്കെ നിന്നു. അപ്പോൾ ഈ മഴയില്ലാത്ത സമയം നോക്കി വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ വ്ളോഗ് കാണാം. അപ്പോൾ പോണ വഴിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെയൊക്കെ വെള്ളം കയറിയായിരുന്നു കേട്ടോ. വെള്ളം കുറച്ചൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട്, ഇനി കുറച്ചും കൂടി ഇറങ്ങി പോവുള്ളൂ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ ഇല്ലാത്ത കാരണം വെള്ളം കുറച്ച് പെട്ടെന്ന് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ആ ഭാഗത്ത് കുറച്ചും കൂടി വെള്ളം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല വെയിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ സ്കൂളിലെത്തി. അവിടെ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്, അവിടെയാണ് വണ്ടി നമ്മൾ പാർക്ക് ചെയ്തിട്ട് ഇനി നമ്മൾ സ്കൂളിൽ പോവാണ്. ഇവർ പഠിക്കുന്നത് ബദനിയുടെ CBSE സ്കൂളാണ്, ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ, മരത്തൻകോടാണ് ഇവരുടെ സ്കൂൾ വരുന്നത് കേട്ടോ. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഫാദറിൻ്റെ നല്ലൊരു അടിപൊളിയായിട്ട് അവർക്ക് വെൽക്കം സ്പീച്ച് പോലെ ഉണ്ടായിരുന്നു. കാരണം +1 അവരിന്ന് ജോയിൻ ചെയ്യല്ലേ, അതുകൊണ്ട് തന്നെ അവർക്കൊരു വെൽക്കമിങ് കൊടുക്കുകയായിരുന്നു. അവിടുത്തെ 10ാം ക്ലാസ്സിലെ പിള്ളേരും എല്ലാവരും കൂടി ഒരു വെൽക്കമിങ്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ മീറ്റിംഗ് ഹാളിലേക്ക് കയറി. മീറ്റിംഗ് കുറച്ച് സമയം എടുത്തു മീറ്റിംഗ് കഴിയാൻ വേണ്ടിയിട്ട്. കാരണം വീഡിയോസൊന്നും ഞാൻ അധികം എടുത്തിട്ടില്ല കേട്ടോ, മീറ്റിംഗ് ഹാൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. ഇനി നമുക്ക് ബുക്ക് സെയിലിംഗ് ഉണ്ട്. അപ്പോൾ ബുക്ക് കൂടി മേടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും, അവൾ ക്ലാസ്സിലേക്ക് കയറും. കാരണം അവർക്ക് ക്ലാസ് ഉണ്ട്. വരുമ്പോൾ അവൾ സ്കൂൾ ബസ്സിലാണ് വന്നത്. കാരണം മഴ ഇടയ്ക്ക് പെയ്യുമല്ലോ, അപ്പോൾ പ്രശ്നം ആവണ്ടെന്ന് വെച്ചിട്ട് അവളിന് സ്കൂൾ ബസ്സിലാണ് സ്കൂളിൽ വന്നത്. ഇനി മീറ്റിംഗ് കഴിഞ്ഞു, ബുക്ക് സെയിലിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും, അവൾ നേരെ ക്ലാസ്സിലേക്കും പോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വൈകിട്ട് അവർക്ക് 3:30 വരെ ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾ നേരെ വീട്ടിലേക്ക് വന്നോളൂ സ്കൂൾ ബസ്സിൽ. അങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി ഞാൻ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12:30 12:45 ആയിട്ടുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് സമയം. പുറത്ത് നല്ല വെയിലുണ്ട്, മഴക്കാറ് ചെറുതായിട്ടുണ്ട്, പക്ഷെ മഴ പെയ്യൊന്നുമില്ല, നല്ല വെയിലാണ് കേട്ടോ. അപ്പം പോവാം. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞു, അവൾക്കുള്ള ബുക്കും കാര്യങ്ങളൊക്കെ മേടിച്ചു. അവൾ നേരെ ക്ലാസ്സിലേക്ക്, ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് പിന്നെ മഴയൊന്നുമില്ല, ചെറിയ വെയിലൊക്കെ ഉണ്ട്, പിന്നെ കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും നേരെ വീട്ടിലേക്ക്. ഓക്കെ, നമ്മുടെ വണ്ടി ഇതേ ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക്. ഇപ്പം ഞാൻ നിൽക്കുന്നത് മൊബൈൽ ഷോപ്പിലാണ് കേട്ടോ. എൻ്റെ ഫോണ് വണ്ടിയുടെ സൈഡിൽ വീണ് പൊട്ടി. ആ ഗ്ലാസ് ഞാൻ വിചാരിച്ചു ഡിസ്പ്ലേ പോയി എന്ന് വിചാരിച്ച് മൊബൈൽ ഷോപ്പിൽ കൊടുന്നപ്പോൾ അവർ പറഞ്ഞു പേടിക്കണ്ട, ഡിസ്പ്ലേ അല്ല പോയത്, അതിൻ്റെ ഗ്ലാസ് പൊട്ടിയതാണെന്ന്. അങ്ങനെ ഞാൻ ഗ്ലാസ് മാറ്റിയിട്ടു കേട്ടോ. ഞാൻ സത്യം പറയാമല്ലോ, ഞാൻ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി എന്ന് വിചാരിച്ചു. ഐഫോണിൻ്റെയൊക്കെ ഡിസ്പ്ലേ പോയാലുള്ള അവസ്ഥ എന്താണ്. അങ്ങനെ ഫോൺ ഗ്ലാസ് മാറ്റിടാൻ വേണ്ടിയിട്ട് കുന്നംകുളം അവിടെ മൊബൈൽ ഷോപ്പിൽ കയറി. അപ്പോൾ എന്തായാലും കുന്നംകുളം വന്നതല്ലേ, വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് പച്ചക്കറിയും സംഭവങ്ങളൊക്കെ മേടിച്ചു. ഇനി നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര വെയിലാണ്. അപ്പോൾ ഞാൻ പോണ വഴിക്ക് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഷേക്ക് കുടിച്ചാൽ അതൊരു സമാധാനമില്ല. കുന്നംകുളം വന്നു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ടൊരു ചോക്ലേറ്റ് ഷേക്ക് കുടിച്ചു. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ കുടിച്ചു. ഇനി നമ്മൾ അതിന് സ്കൂളിലേക്ക് ബെൽറ്റ് വേണം. അപ്പോൾ ആ ഒരു ബെൽറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഴനിയിൽ ഒരു സ്റ്റേഷനറി കടയിലേക്ക് എത്തിക്കുക കേട്ടോ. അപ്പോൾ അവിടുന്ന് ബെൽറ്റ് കിട്ടി. അവളുടെ പാൻറ്റിന് ബെൽറ്റ് വേണമല്ലോ. അപ്പോൾ ഈ ഒരു ബെൽറ്റാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു.
ഇനി നമ്മൾ അവൾക്ക് ചോക്ലേറ്റ് മേടിക്കണം പറഞ്ഞു. പക്ഷെ അവൾ പറഞ്ഞ ചോക്ലേറ്റ് എനിക്ക് 2-3 ബേക്കറിയിൽ കയറി അവിടെ ഒന്നും കിട്ടിയില്ല. ഇനി വൈകുന്നേരം വേറെ എവിടെയെങ്കിലും പോയി നോക്കി നോക്കാം. അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഞാൻ ബേക്കറിയിലൊക്കെ കയറിയതാട്ടോ. പക്ഷെ അവൾ പറഞ്ഞ ചോക്ലേറ്റ് കിട്ടിയില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് ഇട്ടത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പാടാണ് കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ റോട്ടിലൊക്കെ ആകെ വെള്ളം കയറുന്നു. ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പോൾ സമയം 2 മണി സമയം. എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാണ്ടായിരുന്നു. ഇനിയിപ്പോൾ നേരെ വീട്ടിൽ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ, വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനി വീടെത്തിയിട്ട് കാണാം. ഓക്കെ. അങ്ങനെ നമ്മൾ വീടെത്തിയിട്ട് നല്ല വെയിലുണ്ട്. ഏകദേശം ഒരു 2:15 ആയിരിക്കുന്നു സമയം തോന്നുന്നു കേട്ടോ. 2:15 ഉണ്ടായിരുന്നു സമയം. അപ്പോൾ നമ്മൾ മേടിച്ച പച്ചക്കറിയും സംഭവങ്ങളൊക്കെ നമുക്ക് എടുത്തു വയ്ക്കാം. കുറച്ചധികം പച്ചക്കറി മേടിച്ചിട്ടുണ്ട്. കാരണം ഇനി കുറച്ച് ദിവസത്തേക്ക് ആ സൈഡിലേക്ക് നോക്കണ്ടല്ലോ. അങ്ങനെ വണ്ടി ഞാൻ തറവാട്ടിൽ കൊണ്ടുവയ്ക്കുക ചെയ്യട്ടോ. കാരണം ചാവി തറവാട്ടിൽ വെച്ചിട്ടാണ് പോകാറ്. അപ്പോൾ വണ്ടി അവിടെ കാർ ഷെഡിൽ വയ്ക്കുക ചെയ്യാറ് കേട്ടോ. കാരണം അതാണ്. ഓക്കെ. അപ്പോൾ ചാവിയൊക്കെ മേടിച്ച് വന്നു. അപ്പോൾ അവിടുന്ന് എനിക്ക് കൂട്ടാൻ തന്നിരുന്നു കേട്ടോ. കടച്ചക്കറിയായിരുന്നു തന്നിരുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കി തന്നു. അപ്പോൾ കുറച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കൂട്ടി ചോറുണ്ണാലോ. നല്ല വിശക്കുണ്ട് കേട്ടോ. കാരണം 2 മണി 2:15 കഴിഞ്ഞിരിക്കുന്ന സമയം. നല്ല വെയിലും ആകെ ടയേർഡായിക്കൊണ്ട് പിന്നെ ചോക്ലേറ്റ് ഷേക്ക് കുടിച്ചുകൊണ്ട് അധികം വിശപ്പില്ല. അങ്ങനെ നമുക്കിനി വാതിലൊക്കെ തുറക്കാം. നമ്മുടെ കംഫർട്ടബിൾ ഹാപ്പി ആയിട്ടുള്ള നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് പോകാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടുന്നൊരു ഫീലിംഗ് എനിക്ക് തോന്നും കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ഒരു മൈൻഡായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചാവിയൊക്കെ വെച്ചു. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾ മേടിച്ചിരുന്നു. അപ്പോൾ അത് ഉണക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ പോകുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ചു. കാരണം മഴ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ആകെ നനയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വന്നപ്പോൾ നല്ല വെയിലാണ്. നല്ല പൊട്ടി തെറിക്കണ വെയിൽ എന്നൊക്കെ പറയില്ലേ, അമ്മ അതൊരു വെയിലാണ് കേട്ടോ. അപ്പോൾ മഞ്ഞളൊക്കെ അവിടെ കിടന്നിട്ട് ഉണങ്ങട്ടെ. പൊടിപ്പിക്കാനുള്ള മഞ്ഞളാണ് കേട്ടോ. മഞ്ഞൾ കഴിയാറായിരിക്കുന്നു. അപ്പോൾ അത് വെച്ചു. അങ്ങനെ നമ്മൾ വീടെത്തിക്കണം കേട്ടോ. ഞാൻ ആകെ ടയേർഡായിരിക്കും കേട്ടോ. ഇപ്പോൾ സമയം 2:10 സമയം. വയ്യ. ഇവിടെ മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇപ്പോൾ നല്ല വെയിലാണ്. അതുകൊണ്ട് തന്നെ ആകെ വിയർത്ത് ആകെ ക്ഷീണിച്ചിൻ്റെ കണ്ണുഷൊക്കെ ആകെ പരന്നിരിക്കണം. അപ്പോൾ എന്തായാലും ഇത്രയുള്ള നമ്മളുടെ വ്ലോഗ്. കുറേ നമ്മളെ ചാനലിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ എന്നും പറയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാം. പക്ഷേ തിരക്കുകളും ഇതാക്കാനൊന്നും നടക്കണില്ല. മാക്സിമം ശ്രമിക്കാം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ മോൾക്ക് ഇന്ന് മുതൽ ക്ലാസ് തുടങ്ങി. +1 സെയിം സ്കൂൾ തന്നെയാണ് അവൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവൾ ക്ലാസ്സിൽ കയറി. ഞാൻ ബുക്കും പാരൻസ് മീറ്റിംഗ് കുറച്ച് ലേറ്റായി കഴിയാൻ. പിന്നെ ടെക്സ്റ്റ് ബുക്ക് മേടിച്ചിട്ട് തിരിച്ച് വരുന്ന വഴി കുറച്ച് പച്ചക്കറി മേടിക്കേണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൾക്ക് ബെൽറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കേണ്ടായിരുന്നു. ചോക്ലേറ്റ് കിട്ടിയില്ല. അതിനിപ്പോൾ പിന്നെ നോക്കാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് വന്നത്. അല്ലെങ്കിൽ ഞാൻ ആകെ ടയർഡായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുമായിരിക്കും.